അത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് എനിക്കറിയില്ല, ഏത് ഗ്രൗണ്ടിലാണ് തള്ളിയിരിക്കുന്നതെന്ന് അറിയില്ല. ഇതിൽ രണ്ട് തരത്തിലാണ് ഈ കേസുള്ളത്. ഒന്ന്, ഏതെങ്കിലും ഒരു ഫേവർ ചെയ്തു കൊടുത്തതിന്, എന്തെങ്കിലും ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലാണ് CMRL കമ്പനി ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട എന്നുള്ള പ്രശ്നം. അതാണെങ്കിലാണ് വിജിലൻസ് വരുന്നത്. അപ്പോൾ അത് തെളിയിക്കണം. അങ്ങനെ വേറെ ഏതെങ്കിലും കാര്യം ചെയ്തു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ പൈസ ചെയ്തിരിക്കുന്നത്. അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നിലനിൽക്കില്ല. എനിക്ക് വിശദാംശങ്ങൾ അറിയില്ല. രണ്ടാമത്തെ കേസ് ഇത് PML ആക്ട് വരുന്നതാണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് വരുന്നതാണ്. ആദ്യത്താണെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റാണ്, PC ആക്റ്റാണ്. PC ആക്ട് വന്നെങ്കിൽ ഒരു ഫേവർ ചെയ്ത് കൊടുത്തതിന് പകരമായിട്ട് കൈക്കൂലി പോലെ മേടിച്ചിരിക്കുന്ന ഒരു പണമാണെങ്കിലാണ് അത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് PC ആക്ട് വരുന്നത്. ഇത് അതല്ല, ഇത് മണി ലോണ്ടറിങ് ആക്റ്റാണ്, പണം കൈമാറ്റം ചെയ്തിരിക്കുന്നതാണ് വേറെ തരത്തിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ SFIയുടെ കേസ് നടക്കുന്നുണ്ട്. SFIയുടെ കേസ് കുറേ നാളായി നടക്കുന്നു. അത് SNC ലാവ്ലിൻ കേസ് പോലെ തന്നെയാണ്. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ, ഇതിപ്പോൾ ഹൈക്കോടതി വന്നപ്പോൾ തന്നെ ഒരുപാട് ജഡ്ജിമാർ അത് ഒഴിഞ്ഞു. ആ കേസ് എടുക്കാൻ വേറൊരു ജഡ്ജി അവസാനം എടുത്തു, അദ്ദേഹം അത് തള്ളി. അതിൻ്റെ മീതെയാണ് സുപ്രീം കോടതിയിൽ 33, 34, 35 പ്രാവശ്യമായി ഇപ്പം അത് മാറ്റി വയ്ക്കുന്നു. ഇതിനൊക്കെ ഒരു അനിശ്ചിതത്വമുണ്ട് ഈ കേസുകൾക്കില്ല, ഗൗരവതരമായ അനിശ്ചിതത്വമുണ്ട്. അപ്പോൾ അതാണ് അന്വേഷിക്കപ്പെടേണ്ട ഒരു വിഷയം. എന്തായാലും ഈ ആരോപണം നിലനിൽക്കുന്ന ഒരു ആരോപണമാണ്. കാരണം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നിട്ടുണ്ട്. അവരുടെ മൊഴി അവർ വേറെ സർവീസ് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഈ കമ്പനിക്ക് എന്നാണ്. അപ്പോൾ കമ്പനിക്ക് സർവീസ് ചെയ്തു കൊടുക്കാതെ എന്തിനാണ് ഈ പണം ഇട്ടതെന്നുള്ളൊരു ചോദ്യമാണുള്ളത്. അതാണ് ഈ PML ആക്ട് അനുസരിച്ചിട്ട് SFI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് എന്ന് പറയുന്നത്. എൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് നിയമപരമായ ലീഗലായിട്ടുള്ള പ്രശ്നമാണ്. വിജിലൻസ് കേസാണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്റ്റാണോ PC ആക്റ്റാണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നിയമപരമായ പ്രശ്നം. അത് കോടതിയുടെ വിശദാംശങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ അതെങ്ങനെയാണ് UDFൻ്റെ രാഷ്ട്രീയ ഇത് ഉള്ളതാണല്ലോ, കേസ് ഉള്ളതാണല്ലോ, കേസ് നിലവിലുണ്ട്. അപ്പോൾ അത് വിജിലൻസ് നിൽക്കുമോ അല്ലെങ്കിൽ PML ആക്ട് നിൽക്കുമോ എന്നുള്ളൊരു നിയമപ്രശ്നമാണ്. എന്തായാലും ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള കേസാണല്ലോ SFI അന്വേഷിക്കുന്നത്, അത് നിൽക്കുന്നുണ്ടല്ലോ. UDFന് എന്താ തിരിച്ചടി? അത് ഇപ്പം കേസ് കൊടുത്ത മാത്യു കുഴൽനാടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്.